പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം രാഹുലിൻ്റെ അരുമ ശിഷ്യ ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനൊരു തലവേദനയായിട്ട് മാറുകയാണോ ഓരോ ദിവസവും? അരുമയാണോ എരുമയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ശിക്ഷയല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ശിക്ഷയല്ല, ഒരു ഗുരുശിഷ്യ ബന്ധമല്ല അവർക്കിടയിലുള്ളത്. രാഹുലിനെ പാതിരാത്രി വീഡിയോ കോൾ വിളിച്ചത് ഒക്കെ റിനി വിളിച്ചു, അതേപോലെ തന്നെ സീക്രട്ട് ചാറ്റിന് ക്ഷണിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് സീനാദേവി കുഞ്ഞമ്മയ്ക്ക് അറിയുന്നത്? അതാണ് പോയിന്റ്. അതാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോൺഗ്രസിൽ ഇന്നലെ കയറി വന്ന സീനാദേവി കുഞ്ഞമ്മ ഇങ്ങനെ സംസാരിക്കുന്നതിനകത്ത് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ വളരെ പ്രതിഷേധമുണ്ട്. പള്ളിക്കൽ ഡിവിഷനിലെ വോട്ടർമാരാണ് മനസ്സിലാക്കേണ്ടത് അവർക്ക് തെറ്റുപറ്റി എന്നുള്ളത്. അവരാണ് മനസ്സിലാക്കേണ്ടത്. അവർക്കിപ്പോൾ കുറ്റബോധം ഉണ്ടെന്നുള്ളതാ. ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല ശ്രീനാദേവി കുഞ്ഞമ്മ എന്നുള്ളത് അവരുടെ എല്ലാ സംസാരം കണ്ടാലും എല്ലാ ബൈറ്റ് കണ്ടാലും മനസ്സിലാവും. ഹൃദയം കൊണ്ടല്ല സംസാരിക്കുന്നത്. മനുഷ്യന് സംസാരിക്കാനൊരു ഭാഷയുണ്ട്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, നമ്മുടെ പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം രാഹുലിൻ്റെ അരുമ ശിഷ്യ ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനൊരു തലവേദനയായിട്ട് മാറുകയാണോ ഓരോ ദിവസവും? അരുമയാണോ എരുമയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ശിക്ഷയല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ശിക്ഷയല്ല, ഒരു ഗുരുശിഷ്യ ബന്ധമല്ല അവർക്കിടയിലുള്ളത്. അവർക്കിടയിലുള്ളത് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതിൻ്റെ ആഴത്തിലേക്കൊക്കെ പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തുടക്കം തൊട്ട് ഏറ്റവും ആദ്യം പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ സംസാരിച്ചത് ഞാനാണ്. സംസാരിച്ചതിൻ്റെ പേരിൽ അവർ കേസ് കൊടുത്തു. കേസ് അതിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അടിവരയിട്ട് വീണ്ടും ശരിവെക്കുന്ന രീതിയിലാണ് അവരുടെ പിന്നീടുള്ള പോക്ക്. കഴിഞ്ഞ ദിവസം അവർ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുള്ള, ചില യൂട്യൂബേഴ്സിനൊക്കെ കൊടുത്തിട്ടുള്ള അഭിമുഖങ്ങൾക്കകത്ത് പലരും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മുൻനിര ഓൺലൈൻ മാധ്യമങ്ങൾ യഥാർത്ഥ പ്രതിപക്ഷം എന്നൊക്കെ അവകാശപ്പെടുന്നവർ വരെ കൊടുത്തിട്ടുള്ള വിളിച്ചിരുത്തിയ സെലിബ്രിറ്റിയെ പോലെ ഇൻ്റർവ്യൂ നടത്തുക. അതിനകത്ത് ഒരെണ്ണത്തിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്, അതിൻ്റെ തമ്പ് തന്നെ കൊടുത്തിരിക്കുന്നത്. രാഹുലിനെ പാതിരാത്രി വീഡിയോ കോൾ വിളിച്ചതും ടെലിഗ്രാമിൽ സീക്രട്ട് ചാറ്റിന് ക്ഷണിച്ചതും നടി റിനി, വേറൊന്ന് പറയുന്ന പ്രണയ നൈരാശ്യം. റിനി ഏത് പാതിരാത്രി സംസാരിച്ചാലും ഒരാളോട് എങ്ങനെ സംസാരിക്കണം, ഒരു പുരുഷനോട് എങ്ങനെ സംസാരിക്കണം, എവിടം വരെ സംസാരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരു പെൺകുട്ടിയാണ്. ഹൈലി പൊളിറ്റിക്കലാണ്. അവളുടേതായ രാഷ്ട്രീയം ഉണ്ടാവും. മെച്ചുവേർഡാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട്. അവൾക്കൊരു സ്റ്റാൻഡുണ്ട്, നിലപാടുണ്ട്. നിലപാടുകളുടെ രാജകുമാരി എന്ന് തന്നെ റിനിയെ പറയും. അതിനകത്ത് ഒരു പുല്ലനെ അവൾക്ക് പേടിയില്ല. അങ്ങനത്തെ രീതിയിൽ അവൾ നിൽക്കുന്നത്. അവൾക്ക് എന്ത് രാഹുൽ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ കയറി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ ഹൂ കെയേഴ്സ് എന്നുള്ളത് കോട്ട് ചെയ്തത് റിനിയാണ്. ആ റിനിയാണ് ശരിക്കും പറഞ്ഞാൽ ഹൂക്കേഴ്സ് എന്നുള്ള മട്ടിൽ നടക്കുന്നത്. റിനി കണ്ട പോലെ കുട്ടിക്കെന്നുള്ള മട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ വളരെ നിർഭയമായിട്ട് തന്നെ നിൽക്കുന്നത്. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള മട്ടിൽ തന്നെ നിൽക്കുന്നത്. ഈ വിഷയത്തിന് ശേഷം റിനിയുമായിട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. മിക്ക ദിവസങ്ങളിലും സംസാരിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. നമുക്കറിയാം, ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പം പാതിരാത്രിയിൽ ഏത് പാതിരാത്രി സംസാരിച്ചാലും 2 മണിക്ക് സംസാരിച്ചാലും 3 മണിക്ക് സംസാരിച്ചാലും ആ സംസാരത്തിനകത്ത് അവരുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു തരികിടയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് മനസ്സിലാവും, നല്ലതാണെങ്കിൽ അതും മനസ്സിലാവും. ഞാൻ 100-ൽ 100 മാർക്കും കണ്ണടച്ചിട്ട് കൊടുക്കാൻ കരുതുന്നൊരു പെൺകുട്ടിയാണ് റിനി. അത് മാത്രമല്ല, അവൾ വളരെ ഡൗൺ ടു എർത്തുമാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, രാഹുലിനെ പാതിരാത്രി വീഡിയോ കോൾ വിളിച്ചത് ഒക്കെ റിനി വിളിച്ചു, അതേപോലെ തന്നെ സീക്രട്ട് ചാറ്റിന് ക്ഷണിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് സീനാദേവി കുഞ്ഞമ്മയ്ക്ക് അറിയുന്നത്? പോയിന്റ് അതാണ്. എങ്ങനെയാണ് സീനാദേവി കുഞ്ഞമ്മയ്ക്ക് അറിയുന്നത്? ഇന്ന് വരെ രാഹുലിൻ്റെ ഏറ്റവും അടുത്ത, രാഹുലിൻ്റെ എല്ലാമായിട്ടുള്ള ഷാഫി പറമ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അവരുടെ പാർട്ടിക്കകത്തുള്ള ഒരൊറ്റ വനിതാ നേതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അവരുടെ കൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്ന സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള സജന പി ഷാജൻ, അതേപോലെ തന്നെ ഇവരുടെ കൂടെ സഹകരിച്ചിട്ടുള്ള ഷഹനാസ് തുടങ്ങിയിട്ടുള്ള ഓരോരുത്തരും രാഹുലിനെതിരെയാണ് സംസാരിച്ചിട്ടുള്ളത്. അത് സംസാരിക്കുമ്പം അപ്പുറത്ത് ഒരു പെൺകുട്ടിയെക്കുറിച്ച്, ഒരു അവിവാഹിതയായ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് അവിവാഹിതയായ സീനാദേവി കുഞ്ഞമ്മ വളരെ മോശപ്പെട്ട ആരോപണം ഉന്നയിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പേഴ്സണൽ ഫോണും കാര്യങ്ങളും എല്ലാം ഇവളെ ഹാൻഡിൽ ചെയ്യുന്നതെന്നല്ലേ ഇതിനർത്ഥം? തീർച്ചയായിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ആരെക്കാളും കൂടുതൽ അവൻ മനസ്സ് തുറക്കുന്നതും വേറെന്തൊക്കെ തുറക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. മനസ്സെന്തായാലും തുറക്കുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അടുത്താണെന്നല്ലേ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രീനാദേവി കുഞ്ഞമ്മയും ഞാനും തമ്മിലുള്ള ക്ലാഷ് തുടങ്ങുന്നതിൻ്റെ തുടക്കം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്ന ബലാത്സംഗ ആരോപണങ്ങളും ഭ്രൂണഹത്യയുടെ ആരോപണങ്ങളും ഒക്കെ വെളിച്ചത്ത് വരുന്നതിന് മുമ്പ് നമ്മൾ രാഹുലുമായിട്ട് ഇങ്ങനെ ഒരു തുറന്ന പോരാട്ടത്തിലേക്ക് പോയ സമയത്ത് ശ്രീനാദേവി കുഞ്ഞമ്മ ഇട്ടൊരു പോസ്റ്റിന് ആരംഭിക്കുന്നത്. ആ പോസ്റ്റിനകത്ത് ഒരു മാധ്യമ പ്രവർത്തക എന്നെ വിളിച്ചു, രാഹുലിനെതിരെ സംസാരിക്കാൻ പറഞ്ഞു, ഞാനാണോ ഇരയ എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേ നമ്മൾ പറഞ്ഞു, ഇത് വെറുതെ സൈക്കോളജിക്കൽ മൂവ്മെൻ്റാണ്, ഇത് PR വർക്കാണ്. CPIക്ക് അകത്ത് നിന്നുകൊണ്ട് രാഹുലുമായിട്ടുള്ള അവരുടെ അന്തർധാര വളരെ സജീവമാണ്.
സന്ദേശം സിനിമയ്ക്കകത്ത് ആ വാക്ക് എന്തായാലും മലയാളത്തിനകത്ത് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന അന്തർധാര വളരെ സജീവമാണ് എന്നുള്ളത് പറഞ്ഞു. അത് ആവർത്തിച്ച് തെളിയിക്കപ്പെടുന്ന നമ്മൾ മുൻകൂട്ടി പ്രവചിച്ചു. ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിൽ ചേരും എന്ന് പറഞ്ഞു. കോൺഗ്രസിൽ ചേർന്നു. ശ്രീനാദേവി കുഞ്ഞമ്മ ഇതിൻ്റെയൊക്കെ പേരിലാണല്ലോ കേസ് കൊടുത്തത്. ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുലും തമ്മിൽ വളരെ അടുപ്പമുണ്ടെന്ന് പറഞ്ഞു. അടുപ്പമുണ്ടെന്ന് അവർ സമ്മതിച്ചു. ഇനിയിപ്പോൾ എന്താ ഇതിൽ കൂടുതൽ എന്താ തെളിയേണ്ടത്? എല്ലാ രീതിയിലും കോൺഗ്രസിലെ ഒരു നേതാക്കന്മാർ പോലും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോൺഗ്രസിൽ ഇന്നലെ കയറി വന്ന ശ്രീനാദേവി കുഞ്ഞമ്മ ഇങ്ങനെ സംസാരിക്കുന്നതിനകത്ത് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ വളരെ പ്രതിഷേധമുണ്ട്. വനിതാ നേതാക്കന്മാർക്ക് പ്രതിഷേധമുണ്ട്. വേറെ എല്ലാ ആളുകൾക്കും പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായിട്ട് പറയുന്നുണ്ട്. ഉണ്ട്. DCC പ്രസിഡന്റ് വിശദീകരണത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഞാൻ പറഞ്ഞില്ലേ കൊട്ടാരക്കര സീറ്റ് ആണ് ആദ്യം ഓഫർ ചെയ്തത്. ഇപ്പം നടക്കത്തില്ല എന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ ഐഷ പൂറ്റിയും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ രശ്മിയുടെ കാര്യം തന്നെ എന്താവും എന്നുള്ള അറിയത്തില്ല. രശ്മിക്ക് കടമെന്ന് പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കടം വീട്ടാറായിട്ടില്ലെന്നോ. അപ്പം എന്തായിരുന്നാലും വീട്ടില്ല. പിന്നെ അതെന്തോ ആവട്ടെ. പക്ഷേ എന്തായാലും രശ്മിയും ഐഷ പൂറ്റിയും ഒക്കെ എന്താണെന്ന് വെച്ചാൽ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. ബാലഗോപാലിനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ 10,000 വോട്ടിലേക്ക് ചുരുക്കാൻ കഴിഞ്ഞ ആളാണ് രശ്മി. ചില്ലറക്കാരിയല്ല. രശ്മി ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലയിലാണ്. അതേപോലെ തന്നെ ഐഷ പൂറ്റി ബാലകൃഷ്ണപിള്ളയെ വളർത്തിയടിച്ച് അങ്ങനെ വന്നിട്ട് ഹാട്രിക്ക് തയ്ച്ചിട്ടുള്ള ആളാണ്. അവർക്കൊക്കെ ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ഉണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? എന്ത് ക്രെഡിബിലിറ്റി ഉള്ളത്? കോൺഗ്രസിന് ഇപ്പം ഇതെടുത്തിട്ടെന്ന് വെച്ചാൽ വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ട അവസ്ഥയിലായി പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ്. അങ്ങനെയാണ്. അത് ആ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇങ്ങനൊരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഒരാഴ്ച പിന്നിടാൻ വേണ്ടി പോകുന്നു. അത് കൂടാതെ തന്നെ ഇത് വേറെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തതിന് ശേഷമാണ് ഇവർ ഈ 2 യൂട്യൂബർമാർക്ക് ഇന്റർവ്യൂ കൊടുത്തത്. കാരണം കാണിക്കൽ നോട്ടീസ് എനിക്ക് ഇല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ കോൺഗ്രസിന് എന്ത് നിലപാടുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതേ സ്റ്റാൻഡാണ് ഇവർക്കും ഉള്ളത്. ഹൂ കേഴ്സ് എന്നുള്ള മട്ട് തന്നെയാണ്. നിങ്ങൾ കണ്ട പോലെ കൂട്ടിക്കോ എന്നുള്ള മട്ടിലാണ് നടക്കുന്നത്. കാരണം അവർ കോൺഗ്രസിലല്ല ചേർന്നത്. രാഹുൽ പറഞ്ഞിടത്ത് പോയി ചേർന്നേ ഉള്ളൂ. അവർക്ക് രാഹുലിനോടെ കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ. അവർ ന്യായീകരിക്കുന്ന രീതികൾ ആലോചിക്കണം. ഒന്ന്, ഇവരോട് ചോദിക്കുന്നുണ്ട്, യൂട്യൂബർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ വിവാഹാലോചന നടത്തുന്നു. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വിവാഹാലോചന നടന്നു എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനമുണ്ട്. എന്തായിരുന്നാലും തമ്മിൽ അറിയുന്നവർ തമ്മിൽ, രണ്ടുപേരും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർ തമ്മിൽ ഒരേ നാട്ടിൽ നിന്നുള്ള ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLA ആയിട്ടുള്ള അടൂരുകാരൻ തന്നെയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വന്തം വീട് നിൽക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അടുത്ത് കല്യാണം ആലോചിക്കാൻ വേണ്ടി ബ്രോക്കർ പോയെന്ന്. ഇതൊക്കെ ആരോടാ പറയുന്നേ? ബ്രോക്കർ പോയെന്ന്. പരിചയമില്ലാത്തവരെ കൂട്ടിമുട്ടിക്കാൻ ബ്രോക്കർ പോയെന്ന് പറയും. ഇപ്പം എന്ത് ബ്രോക്കർ പോയെന്നാ? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും കാണുകയും എടുക്കുകയും ഇവൻ്റെ ഫോണിനകത്ത് ബാക്കിയുള്ളവർ ചെയ്യുന്ന ചാറ്റുകൾ വരെ ഇരുന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത് എപ്പോഴാണ് ഇരുന്ന് കാണിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും പകൽ വെളിച്ചത്തിൽ എവിടെയെങ്കിലും ഇരുന്ന് ഈ ചാറ്റൊന്നും കാണിച്ചു കൊടുത്ത് കാണത്തില്ല. കാരണം ഇവർക്ക് ഫോണിനകത്തെ ചാറ്റ് വേറൊരാൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന വളരെ രഹസ്യമായ ഒരു സമയത്ത് മൂന്നാമതൊരാളില്ലാത്ത സ്ഥലത്ത്, കാരണം വേറെ മൂന്നാമതൊരാൾ കണ്ടിട്ടുമില്ല. ഇത് ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുലും മാത്രമുള്ളൊരു സ്ഥലം, മറ്റാരും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് കാണിച്ചു കൊടുത്തു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന്ന് ഇല്ലെങ്കിൽ പിന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ്, രാജൻഭായി പറഞ്ഞ കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആഭിചാരത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഇതിനകത്ത് ഈ പറയുന്ന ചില ആളുകൾക്കെതിരെയൊക്കെ ഇതിനു മുമ്പ് ഈ പത്തനംതിട്ട ജില്ലയിലെ ചില അമ്മച്ചിമാരൊക്കെ ഇങ്ങനത്തെ ഈ ആഭിചാര ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ചില പൂജകൾ നടത്തുന്നു, ആഭിചാര ക്രിയകൾ നടത്തുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നതാണ്. അതിൻ്റെ വീഡിയോയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതെ, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടതിൻ്റെ പേരിലാണ് എനിക്കിതിരെ കേസൊക്കെ വന്നത്. ആ സംഭവങ്ങൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ആഭിചാരത്തിൻ്റെ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. അപ്പം സമാനമായ ഒരു ബാക്ക്ഗ്രൗണ്ട് രാഹുലിനുമുണ്ട്, സമാനമായ ഒരു പശ്ചാത്തലം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെയും ആരോപിക്കപ്പെടുന്നുണ്ട്. ഇവരുടെ സൗഹൃദങ്ങളുടെ ഒരു ദൃഢത അതായിരിക്കുമോ? അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, AP ജയൻ എന്ന് പറയുന്ന CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന മനുഷ്യൻ അവിടുത്തെ എല്ലാ മനുഷ്യർക്കും, കമ്മ്യൂണിസ്റ്റുകാർക്ക് അപ്പുറം എല്ലാവർക്കും ആദരണീയനായ വളരെ മാന്യനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യനെതിരെ എല്ലാ കഥകളും ആരോപണങ്ങളും ഉന്നയിച്ച ആളാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ആ ശ്രീനാദേവി കുഞ്ഞമ്മ ആ മനുഷ്യനെതിരെ നടപടി എടുപ്പിക്കാൻ വേണ്ടിയിട്ട്, സ്ത്രീയല്ലേ പരാതി പറയുന്നത്, അങ്ങനെയൊക്കെ നടപടി എടുപ്പിച്ചു. നടപടി പിൻവലിച്ച് പുള്ളി തിരിച്ചു വന്നു. പുള്ളി ഇപ്പോൾ CPIയുടെ നേതാവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിലേക്ക് അങ്ങ് ചാടി. അപ്പുറത്തിന് അംഗീകരിക്കത്തില്ല എന്ന് മനസ്സിലായി, സീറ്റ് കിട്ടത്തില്ലെന്നുള്ളത്. ഇവിടെ വന്നാൽ പ്രൊട്ടക്ട് ചെയ്യാമെന്നുള്ളത് രാഹുൽ പറഞ്ഞിട്ടുമുണ്ട്. അല്ല, അവർ പത്തനംതിട്ട ജില്ലക്കാരത്തി അല്ലല്ലോ, അവർ കൊല്ലം ജില്ലക്കാരത്തിയാണ്. പക്ഷേ ഇവിടെ വോട്ട് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവിടെ മത്സരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. കാരണം പത്തനംതിട്ട ജില്ലയിലെ സ്ഥിര താമസക്കാരി എന്നുള്ള രേഖ ഉണ്ടാക്കിയിട്ട് അവിടെ നിൽക്കുമ്പോൾ മാത്രമേ അവിടെ മത്സരിക്കാൻ പറ്റുള്ളൂ. ജില്ലാ പഞ്ചായത്തിൽ വേറെ ജില്ലയിൽ പെട്ട് മത്സരിക്കാൻ പറ്റില്ല. നിയമസഭയിലാണെങ്കിൽ കേരളത്തിൽ എവിടെയും മത്സരിക്കാം. പക്ഷേ ഇവർ ശ്രദ്ധിക്കേണ്ടത് രാഹുലിൻ്റെ വീട് നിൽക്കുന്ന ഡിവിഷൻ്റെ പ്രതിനിധിയാണ്.
രാഹുലിന്റെ വീട് നിൽക്കുന്ന വാർഡിൽ UDF തോറ്റേക്കുന്നത്. ഈ ഇത്ര വലിയ UDF തരംഗത്തിൽ രാഹുലിന്റെ വീട് നിൽക്കുന്ന വാർഡിൽ UDF തോറ്റു. ഞാൻ പറഞ്ഞില്ലേ, ഈ രാഹുലിനും ഷാഫി പറമ്പിലും നാട്ടിലിന് ഒരു വിലയില്ല. ഇവർ സ്വന്തം പഞ്ചായത്തിലേക്ക് സ്വന്തം വാർഡിൽ നിന്ന് മത്സരിച്ചാൽ തോക്കും, സ്വന്തം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സ്വന്തം ഡിവിഷനിൽ നിന്ന് മത്സരിച്ചാൽ തോക്കും. അങ്ങനെ തോക്കുന്ന ആൾക്കാരാണ് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും. ഒരടിസ്ഥാനമില്ല. കാരണം അവരെ എന്നും അറിയുന്ന, അവരെ ചെറുപ്പം തൊട്ട് വളർച്ച കണ്ട് പഠിച്ച, അവരുടെ സ്വഭാവങ്ങൾ എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന, അവരുടെ എല്ലാ ഗുണവും ദോഷവും തിരിച്ചറിയുന്ന നാട്ടുകാർ അവർക്ക് വോട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് രാഹുലിന് പത്തനംതിട്ട വിട്ടിട്ട് പാലക്കാട് പോയിട്ട്, കാരണം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ എവിടെ നിന്നാലും ജയിക്കത്തില്ല, അടുത്ത വർഷം ഇലക്ഷൻ നടക്കുമ്പോൾ ഞാൻ ആറന്മുളയിൽ നിന്നാലും അല്ലെങ്കിൽ ഇപ്പുറത്ത് നിന്നാലും പിന്നെ വേറെ എവിടെയെങ്കിലും പോയി നിന്നാലും ഞാൻ ജയിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ പാലക്കാട് തന്നെ നിർത്തണമെന്ന് വാച്ച് പിടിച്ച് അവിടെ പോയത്. ഷാഫി പറമ്പിൽ പട്ടാമ്പയിൽ ഇന്ന ഒരു കാലത്തും ജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് പാലക്കാട് പോയിട്ട് നിന്നത്. പാലക്കാടും ഇനിയിപ്പോൾ നിന്നാൽ ജയിക്കത്തില്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വടകരയ്ക്ക് ചാടിയത്. ഇതാണ് സ്ഥിതി. അടുത്തറിയുന്ന ആളുകളുടെ ഈ അണ്ടിയോടെടുത്ത് മാങ്ങയുടെ പുളി അറിയുമെന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ സ്ഥിതിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഇവിടുത്തെ വാർഡിലെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലേക്ക് ഇവരെ സ്വന്തം രാഹുലിൻ്റെ വീട് നിൽക്കുന്ന വാർഡിൽ ഇടതുമുന്നണി വിജയിച്ചിരിക്കുന്നു. ഈ UDF തരംഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആ ഡിവിഷനിൽ നിന്ന്, രാഹുലിൻ്റെ വാർഡ് നിൽക്കുന്ന ഡിവിഷനിൽ നിന്ന് UDF പരാജയപ്പെട്ടു, LDF വിജയിച്ചിരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് ശ്രീനാദേവി കുഞ്ഞമ്മ എങ്ങനെയോ രക്ഷപ്പെട്ടു. അത് ബാക്കിയുള്ള അവിടെ നിന്ന് ഇവിടെ നോക്കിയിട്ടൊക്കെ എങ്ങനെ കിട്ടിയിട്ട് പിന്നെ ഇവർ ചോദിക്കുകയാണ്, ശിക്ഷ വിധിക്കുന്നത് വരെ നമ്മൾക്കെങ്ങനെയാണ് രാഹുലിനെ അങ്ങനെ പറയാൻ പറ്റുന്നത്, വിമർശിക്കാൻ പറ്റുന്നത്? അങ്ങനെ വിമർശിക്കുമ്പം രാഹുലും ഒരു ഇരയല്ലേ എന്നൊക്കെയുള്ള വേർഷനാണ്. കാരണം രാഹുലിനും ഒരു അമ്മയില്ലേ, ഒരു സഹോദരിയില്ലേ? അജ്മൽ കസബിന് പിന്നെ വാപ്പയും ഉമ്മയും സഹോദരിമാരും ഉണ്ടായിരുന്നേ. ഇവിടെ പിന്നെ കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ പിന്നെ ഒരു കൊച്ചു പെൺകുഞ്ഞിനെ പിന്നെ കൊന്നു കളഞ്ഞവന് ഭാര്യയും മക്കളും പിന്നെ ഒക്കെ ഉണ്ടായിരുന്നേ. വിസ്മയിക്കുണ്ടായിരുന്നേ, എല്ലാവർക്കും ഉണ്ടെന്നേ. അപ്പം എല്ലാ ആളുകൾക്കും ഈ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. അപ്പം ഇരവാദം എങ്ങനെയാണ് പൗഡർ ഇട്ട് അവതരിപ്പിക്കുക എന്നുള്ള ഒരു പിന്നെ വിഷയത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഇതിനകത്തുള്ള താല്പര്യം വ്യക്തിപരമായ താല്പര്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ വളരെ ആഴമേറിയ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്നതാണ്. കാരണം ശ്രീനാദേവി കുഞ്ഞമ്മയാണ് രാഹുലിന്റെ ഫോണിലെ സീക്രട്ടുകൾ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി. അവരെ കസ്റ്റഡി എടുത്ത് ഞാൻ പോലീസിന് പിന്നെ രാഹുലിന്റെ ഫോൺ തുറക്കേണ്ട ആവശ്യം വരത്തില്ല. ഇല്ല, സത്യത്തിൽ അതാണ് ചെയ്യേണ്ടത്. ഇവരെ ശരിക്കും പറഞ്ഞാൽ കസ്റ്റഡിയിൽ എടുക്കണം. ഇതിന് വേറൊരു വശം കൂടെ ഉണ്ട്. കാരണം ഇനിയിപ്പോൾ ഒരുപക്ഷെ രാഹുല് ഈ ഡാറ്റ മുഴുവൻ ശേഖരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് ശ്രീനാദേവി കുഞ്ഞമ്മയാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുമാത്രമല്ല, ഇവനെ ന്യായീകരിച്ച് വീണ്ടും വീണ്ടും പറയുമ്പോഴും ഞാൻ ന്യായീകരിക്കുന്നില്ല എന്നാ പറയുന്നത്. എന്നിട്ട് ന്യായീകരിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള കുഴപ്പമുണ്ട്. ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ ഒന്ന് വഞ്ചനാ കുറ്റമുണ്ട്, സാമ്പത്തിക തട്ടിപ്പുണ്ട്, ഷൂ മേടിക്കാൻ പൈസ, 3 BHK ഫ്ലാറ്റ് വേണം, വില്ല വേണമെന്ന് പറയായിരുന്നു, എന്തോ ഭാഗ്യം, ബലാത്സംഗം, അതേപോലെ തന്നെ ഭ്രൂണഹത്യ, കൊലപാതകമാണ്. ഇതെല്ലാം കൂടെ ചെയ്തിട്ടുള്ള എല്ലാ കുറ്റങ്ങളും ഒരുമിച്ച് ചെയ്തിട്ടുള്ള കേരളത്തിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു കുറ്റവാളി രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കുറ്റങ്ങളും ചെയ്തിട്ടുണ്ട്. ചെയ്യാത്ത കുറ്റങ്ങളൊന്നും ബാക്കിയില്ല, ചെയ്യാത്ത ഒരു കുറ്റവും ബാക്കിയില്ല. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്ത് വന്നിരിക്കുന്നത്. അടൂരിലെ മണ്ഡലം പിന്നെ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വരുന്നില്ല, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വരുന്നില്ല, പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ DCCയുടെ അധ്യക്ഷൻ വരുന്നില്ല, അവിടുത്തെ ബാക്കിയുള്ള UDFൻ്റെ നേതാക്കൾ വരുന്നില്ല. അങ്ങനെ വരുന്നിടത്ത് ഇന്നലെ കോൺഗ്രസ്സിൽ വന്ന ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കുള്ള വ്യക്തിപരമായ താല്പര്യം എന്താണെന്നും തന്നെപ്പോലെ തന്നെ അവിവാഹിതയായ മറ്റ് യുവതികളെയെല്ലാം അധിക്ഷേപിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. അത് പരിശോധിക്കപ്പെടുമ്പം ഈ ഒരു കാര്യം കൂടെ, കാരണം അവർ തന്നെ ക്ലെയിം ചെയ്തു ഇങ്ങനെയാണ് ചാറ്റിംഗ് നടന്നപ്പം ഫോണിലെ എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്ന ആളെന്നുള്ള രീതിയിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ മര്യാദയ്ക്ക് വിളിച്ച് ചോദ്യം ചെയ്യേണ്ടതായ രീതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ രാഹുലിൻ്റെ കുറേ തെളിവുകൾ അവരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ പള്ളിക്കൽ ഡിവിഷനിലെ വോട്ടർമാരാണ് മനസ്സിലാക്കേണ്ടത് അവർക്ക് തെറ്റുപറ്റി എന്നുള്ളത്. അവരാണ് മനസ്സിലാക്കേണ്ടത്. അവർക്കിപ്പോൾ കുറ്റബോധം ഉണ്ടെന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ വല്ലാത്തൊരു വയ്യാവേലിയിലാണ് ഞങ്ങൾ പെട്ടുപോയത്. കാരണം ഇവർ ഇത്രയും ഫ്രോഡാന്ന് അറിഞ്ഞില്ല എന്ന് വരെ പറയുന്നവരുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. ഇവരുടെ സംഭാഷണ ശൈലി തന്നെ രാജൻഭായി ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡ്രമാറ്റിക്, ഒരു നാടകീയത തന്നെ ഫീൽ ചെയ്യുന്നില്ലേ? ഉണ്ട്. സ്വാഭാവിക സമയങ്ങളിൽ സംസാരിക്കുമ്പോൾ വളരെ സാഹിത്യം കലർത്തി സംസാരിക്കും. ചില സമയങ്ങളിൽ അത് എഴുതി കൊടുക്കുന്നതാണ്. അതല്ലാത്ത സമയത്ത് അവർ സംസാരിക്കുമ്പോൾ വെറും ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലുള്ളൊരു സംസാരം. ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല ശ്രീനാദേവി കുഞ്ഞമ്മ എന്നുള്ളത് അവരുടെ എല്ലാ സംസാരം കണ്ടാലും എല്ലാ ബൈറ്റ് കണ്ടാലും മനസ്സിലാവും. ഹൃദയം കൊണ്ടല്ല സംസാരിക്കുന്നത്.
മനുഷ്യന് സംസാരിക്കാനൊരു ഭാഷയുണ്ട്. ആ ഹൃദയത്തിൻ്റെ ഭാഷ ഇല്ലാത്ത ഒരാളാണ് സീനാദേവി കുഞ്ഞമ്മ. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ ഭാഷ ഇല്ലാത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നില്ല. സീനാദേവി കുഞ്ഞമ്മയുടെയും വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ല. ഇരവാദം പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്ത അതേ സീനാദേവി കുഞ്ഞമ്മ മറ്റുള്ള യുവതികളെ എല്ലാം അധിക്ഷേപിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സീനാദേവി കുഞ്ഞമ്മയ്ക്ക് എന്ത് എത്തിക്സാണ്, എന്ത് ധാർമ്മികതയാണ് ഉള്ളതെന്നുള്ളതാണ്. സീനാദേവി കുഞ്ഞമ്മനെ കാണാൻ വേണ്ടിയിട്ടും കേൾക്കാൻ വേണ്ടിയിട്ടും തന്നെയാണ് പറയുന്നത്. സീനാദേവി കുഞ്ഞമ്മ എന്താണ് എന്ന് ഞാൻ അന്ന് പറഞ്ഞത്, സീനാദേവി കുഞ്ഞമ്മ തന്നെ ഇപ്പോൾ ലോകത്തിന് മുമ്പിൽ തെളിയിച്ചു തരുന്നതിലുള്ള സന്തോഷം, പിന്നെ അതിന് പ്രത്യേക അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് കേസൊക്കെ നമുക്കങ്ങ് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ കോടതിയിൽ കാണാം. പക്ഷേ ഈ വിഷയത്തിനകത്ത് നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ തുറന്ന് കാണിച്ചിരിക്കുന്നു. നിങ്ങൾ പിന്നെ എന്തല്ല എന്നുള്ളത് നിങ്ങൾ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. കാരണം നിങ്ങളെ വിശ്വസിച്ച ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്നെ വിശ്വസിച്ച് തെറ്റായിപ്പോയി എന്ന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു.